ഇതിനകത്ത് ഇപ്പോൾ കനകോലി റിപ്പോർട്ടാണ് ഇവരെ സാധനം. കനകോലി റിപ്പോർട്ട് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നും എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്നുള്ളത് ഇപ്പം നമ്മൾ പറയുന്നില്ല. പറയേണ്ട ആവശ്യം വന്നാൽ പറയും. ഇപ്പം നമ്മൾ തൽക്കാലം പറയുന്നില്ല. കൃത്യമായ ധാരണയുണ്ടല്ലോ, കൃത്യമായ ധാരണയുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് കനകോലി എന്നുള്ളത്. കോൺഗ്രസ്സുകാർക്ക് 5 പൈസ കയ്യിലെടുക്കാനില്ല. അവന്മാർ എവിടെന്നെങ്കിലും കിട്ടുന്ന പൈസ ആരെങ്കിലും വല്ല പിരിവും കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം എടുത്തിട്ട് ഈ മെമ്പർഷിപ്പിൽ നിന്ന് കിട്ടുന്ന പൈസ എല്ലാം കൂടെ എടുത്തിട്ട് കനകോലിന് കൊടുത്തുകൊണ്ടിരിക്കുക. കനകോലിനെ തെറ്റിപ്പൂറ്റുക എന്നുള്ളതാണ് ഇവരെ പരിപാടി. കനകോലി ചേർക്കും, അത്രയേ ഉള്ളൂ. കോൺഗ്രസ് ക്ഷീണിക്കും, വലിയും. അത് മാത്രമല്ല 2016 തെരഞ്ഞെടുപ്പിൽ മുകേഷിന്റെ സരിതയുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു. അതിനുശേഷം മേതിൽ ദേവികയായിട്ടുള്ള ബന്ധത്തിനകത്തും അസ്വസ്ഥതകളുണ്ട്. അതെല്ലാം പുറത്ത് ലീക്കായതാണ്. മാത്രമല്ല ഒരുപാട് വിഷയങ്ങൾ മുകേഷിനെതിരെ ഉയർന്നു വരികയും അത് വലിയ പ്രചാരണായുധമാക്കി മാറ്റുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലാണ്. അന്ന് 2016 മത്സരിച്ച സൂരജ് രവിയെ തന്നെ വീണ്ടും അവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അവർക്ക് സുഖമായിട്ട് ജയിക്കാൻ പറ്റുമായിരുന്നു. അവന്മാർ ജയിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമൊന്നുമല്ല. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജയിച്ചാൽ മതി. നമുക്കിപ്പോൾ ഇവിടെ LDFിനോ അല്ലെങ്കിൽ CPMനോ CPIക്കോ കോൺഗ്രസിനോ ലീഗിനോ BJPക്കോ സീറ്റ് ഉണ്ടാക്കി കൊടുക്കില്ല, അവരെ ജയിപ്പിക്കില്ല, അവരെ തോൽപ്പിക്കില്ല ഒന്നും നമ്മളെ പണിയല്ല. തോൽപ്പിക്കേണ്ടവരെ തോൽപ്പിക്കാനുള്ള പണി നമ്മളെടുക്കും.